നമസ്കാരം. മഹാഭാരതത്തിലെ ഏറ്റവും നിഗൂഢമായ ജീവിയാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നവകുഞ്ചരാവതാരം. 9 ജീവികൾ ചേർന്ന ഒരൊറ്റ ശരീരം. ഒഡീഷയിലെ പാടചിത്ര ശൈലിയിലാണ് ഇത് കാണപ്പെടുന്നത്. മഹാഭാരതത്തിൻ്റെ ഒഡിയ പതിപ്പിൽ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന തത്വം മനസ്സിലാക്കി തരുന്ന ഈ കഥ പരാമർശിച്ചിരിക്കുന്നു. മണിഭദ്ര പർവ്വതത്തിൻ്റെ നിശബ്ദതയിൽ അർജുനൻ തപസ്സിലായിരുന്നു. സമാധാനത്തിന്, ലോകത്തെ വിറപ്പിക്കുന്ന ആയുധങ്ങൾക്കായുള്ള തപസ്. തൻ്റെ വില്ലിന് അളക്കാൻ കഴിയാത്തതൊന്നും ഇല്ലെന്ന അഹങ്കാരത്തിലായിരുന്നു ആ വീരൻ. വനത്തിലെ നിഴലുകൾക്കിടയിൽ നിന്ന് ആ രൂപം പുറത്തേക്ക് വന്നു. നവകുഞ്ചരം 9 ജീവനുകൾ ചേർന്ന് നെയ്തെടുത്ത ഒരു അസാധ്യ രൂപം. പൂവൻ കോഴിയുടെ തല, മയിലിൻ്റെ കഴുത്ത്, സിംഹത്തിൻ്റെ അരക്കെട്ട്, കാളയുടെ പൂഞ്ഞ, ആനയുടെയും പുലിയുടെയും കുതിരയുടെയും കാലുകൾക്കൊപ്പം വാലായി ഒരു സർപ്പവും. ഭയന്നുപോയ അർജുനൻ തൻ്റെ ഗാണ്ഡീവം കുലച്ചു. തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ആ രാക്ഷസനെ നശിപ്പിക്കാൻ അവൻ ഒരുങ്ങി. എന്നാൽ പെട്ടെന്ന് അവൻ ആ കാഴ്ച കണ്ടു. ആ വിചിത്ര രൂപത്തിൻ്റെ തോളിൽ നിന്നുയർന്നു വന്ന ഒരു മനുഷ്യക്കൈ. അതിൽ ആയുധമായിരുന്നില്ല, മനോഹരമായൊരു താമരപ്പൂവായിരുന്നു. ആ നിമിഷം അവന് സത്യം മനസ്സിലായി. ഈ ലോകത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിനല്ലാതെ മറ്റാർക്കാണ് ഇത്രയും സൗമ്യമായ ഒരു താമരപ്പൂ വഹിക്കാൻ കഴിയുക? അർജുനൻ്റെ കൈകളിൽ നിന്ന് വില്ല് താഴെ വീണു. അവൻ്റെ അഹങ്കാരം ശമിക്കപ്പെട്ടു. ആ നിമിഷം ഭയാനകമായ ആ 9 രൂപങ്ങൾ ഒരു തേജസ്സായി മാറി. ആ തേജസ്സിൽ നിന്ന് ചതുർബാഹുവായ വിഷ്ണു ഭഗവാൻ മന്ദഹാസത്തോടെ പ്രത്യക്ഷനായി. വേട്ടക്കാരനും ഇരയും ഭയവും ഭംഗിയും ആ പരമാത്മാവിൽ ഒന്നാണെന്ന് അർജുനൻ മനസ്സിലാക്കി. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവം. നമുക്ക് ഒന്നും അറിയില്ലെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ആ മഹാത്ഭുതമാണ് ദൈവം. നന്ദി.